ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അതേ ഓയിൽ തന്നെ 2 സവാള, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചേർത്തിട്ട് നല്ലപോലെ വഴച്ചെടുക്കും. അപ്പോൾ വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മസാല തയ്യാറായപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് 4 മുട്ടയാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. 4 മുട്ട പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്രീനിഷ് കളറിൽ വേണ്ടിയെങ്കിൽ നമുക്ക് ഈസിനും കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്തതാണ്. ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും, പിന്നെ ഒരു 1/4 കപ്പോളം മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കും. ഇപ്പോൾ ഒരു സോസ് പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പകുതി ഇഷ്ടമുള്ളവർക്ക് പകുതി ഒഴിക്കാം, 1/4 ഭാഗം ഇഷ്ടമുള്ളവർക്ക് 1/4 ഭാഗം ഒഴിക്കാം. അപ്പോൾ അടിയൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി അടിയിലൊരു പഴയൊരു നോൺ സ്റ്റിക്ക് പാന് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ടും മറ്റേ നമ്മുടെ സോസ് പാന് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴാണ് ഞാൻ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒരു തിരക്കല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റായി നമ്മൾ ഇതുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ അതിൽ സ്റ്റിക്ക് ചെയ്തിരുന്നോളൂ. ഫുള്ള് നമ്മൾ കുക്കായി നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പം തന്നെ നമ്മൾ ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ചേർത്തിട്ടുണ്ട് ഫില്ലിങ്. എന്നിട്ട് നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട്. ആ സൈഡിലൂട്ടെല്ലാം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുക്കും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കുക. അതുകൂടി ഇടുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇടുമ്പം അധികം എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആണ് നമ്മളിടാൻ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. മൊസറല്ലയോ സാദാ ചീസോ ഏത് ചീസായാലും കുറച്ച് ഉണ്ടെങ്കിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല രസമുണ്ടാകും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ക്ലീനായി വരുന്നുണ്ടെങ്കിൽ നമ്മളെ പോള കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ പോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റമദാനിൽ നമുക്ക് എണ്ണയില്ല പലഹാരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു പോള എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി പോളയാണ് കേട്ടോ. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മേലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക്സ്.